നല്ല ഒരു ഓണത്തിൻ്റെ പ്രതീതി. ഇതാണ് ഞങ്ങളുടെ സീറ്റ് കല്ല്. അവിടെ ഒന്ന് അടിച്ച് വെടുപ്പാക്കണം. ഇതാ ഇടവഴിയൊക്കെ വീശിയിട്ടു കേട്ടോ. റോഡിലേക്കുള്ള വഴി ഈ താഴത്തെ പറമ്പിൻ്റെ. പക്ഷെ റബ്ബറിൻ്റെ ഇല ഇങ്ങനെ പൊഴിഞ്ഞോണ്ടിരിക്കുക. കണ്ണാ മൂത്രമൊഴിക്കൽ കഴിഞ്ഞില്ലേ? കൊഴുവ നിറയെ റബ്ബറിൻ്റെ ഇലയാ. എനിക്ക് വയ്യ. അതെ അതിൽ കയറി, അതിലെ കയറി. ഇത് നമുക്ക് ഇവിടെ നിന്നെടുത്ത് മാറ്റണം. ഇവിടെ കൊഴുവ, കിളിമീൻ, കരിമീൻ എന്നൊക്കെയാ പറയണേ. അവിടെ കയറി ഇരിക്കണ്ടോ? എന്ത് അവിടെ എന്താ പിൻ ചെയ്യണ്ടോ? അത് നല്ലോണം കയറ്റിട്ട് അവിടെ പോയിരുന്നു. ഷാജിപ്പാപ്പനോ? ഇത് എവിടുന്ന് ഈ പുതിയ അവതാരങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ, വലിയ ഒരു ഇറക്ക താഴേക്ക് തോട്ടം കുത്തനെ. എപ്പോഴാണ് ഞങ്ങളൊക്കെ അങ്ങോട്ട് താഴേക്ക് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങ് താഴെ ഒരു റോഡുണ്ട്, ടാറിങ് റോഡാ. അതിലിപ്പം മീൻ പോകുന്നുണ്ട്, മീൻകാരൻ. നല്ല തെളിഞ്ഞ ആകാശം. എന്ത് അമ്മ അട ഉണ്ടാക്കി തരപ്പ് തന്നെ കേട്ടോ. ഏത് ആകാശോ? ആകാശല്ല, ഗോതമ്പോടി ഇരിക്കുന്നുണ്ട്. നമുക്കിത് വട്ടയുടെ ഇല വെച്ചിട്ട് നട ഉണ്ടാക്കാം കേട്ടോ. വട്ടയില, വട്ടയുടെ ഇല. ആ അതുകൊണ്ട് അമ്മയുടെ പൊന്ന്, വട്ടയുടെ ഇല കൊണ്ടേ അട ഉണ്ടാക്കാം. തേങ്ങയും ശർക്കരയും ഒക്കെ വെച്ചിട്ട്. ടിപ്പുന ടിപ്പു അട തിന്നാവോ? ചോദിച്ചോ കേട്ടോ. ടിപ്പു, നിനക്ക് അട വേണോ? അവൻ വാലാട്ടി കാണിക്കുന്നുണ്ടടാ. ടിപ്പു കുഞ്ഞെ, അട വേണോ? അട വേണോ ചെക്ക നിനക്ക്? അവനട മോനെ, അവനട കൊടുക്കണോടാ? എന്നാൽ കൊടുക്കാം. പിന്നീടേ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് അവിടെ ഇങ്ങനെ ഒരു നല്ല സീറ്റിംഗ് ഉണ്ടാക്കണം. ആ കല്ലൊന്നും അവിടെ നിന്ന് കളയില്ല. ആ കല്ലിൽ നല്ലൊരു ഇരിപ്പിടം. എന്നത്തെ കാലത്താണോ എൻ്റെ സ്വപ്നമാണ്. അപ്പോൾ ഇനി ഞങ്ങൾ അട ഉണ്ടാക്കാനായിട്ട് നോക്കട്ടെ. ഇതുണ്ടോ താഴേക്ക് കുത്തനുള്ള ചെറിയ പേടിയാ. ഉരുൾപൊട്ടലൊക്കെ വരുമ്പോൾ ഈ വീട് അങ്ങനെ തന്നെ താഴെ പോയിരിക്കും എന്നുള്ളത് ദൈവം. അപ്പോൾ ശരി, രാത്രിയിൽ ലൈവിൽ കാണാം.